ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ആദ്യം നിങ്ങൾ ഇതൊന്ന് കാണും. സഹമത്സരാർത്ഥിയെ കായികമായി കയ്യേറ്റം ചെയ്യുക എന്നത് ഇവിടെ ശിക്ഷാർഹമായ കുറ്റമാണ്. റോബിന് ഈ ഷോയിൽ ഇനി തുടരാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ആളിനെ അറിയാം, നമ്മുടെ ഡോക്ടർ റോബിൻ. അന്നൊരു ആക്ട്, അതായത് റിയാസിനെ ഉന്തി ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡോക്ടർ റോബിനെ ബിഗ് ബോസ് ഷോയിൽ നിന്ന് പുറത്താക്കി. ഓക്കെ, അത് അന്ന്. ഓക്കെ, ഇന്നിപ്പം ബിഗ് ബോസ് വന്നിരിക്കുന്നത് 7ന്റെ പണിയായിട്ടാണ്. ഓക്കെ, 7ന്റെ പണി. കയ്യാങ്കളി വേണ്ട, കയ്യാങ്കളി വേണ്ട. ഷാനവാസ്, നെവിൻ, എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരിക്കുക. ഒരുത്തന് ഒരു നിയമം, വേറൊരുത്തിന് വേറെ നിയമം, അടുത്തൊരുത്തിന് അടുത്തൊരു നിയമം. ഓക്കെ, അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടത് നമ്മുടെ ഷാനവാസിനെ നമ്മുടെ നെവിൻ ഫിസിക്കൽ അസോൾട്ട് ചെയ്തു. ബോസിന്റെ ഒരു കടുത്ത ശിക്ഷയുമായിട്ട് വന്നിരിക്കുകയാണ്. അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നെവിനോട് പ്രത്യേകം പറയുന്നു, നെവിന് ഇത് ലാസ്റ്റ് വാർണിംഗ് ആണ്. ഇനി ഒരിക്കൽ കൂടി ഏതെങ്കിലും രീതിയിലുള്ള ശാരീരികമായ ആക്രമണം ആരുടെയെങ്കിലും നേർക്ക് ശ്രദ്ധയിൽപ്പെട്ടാൽ ആ നിമിഷം തന്നെ നെവിനെ ഇവിടെ നിന്നും പുറത്താക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, അന്ന് നമ്മുടെ റിയാസിനെ ജസ്റ്റ് ഉന്തിയെ തള്ളിയെ അങ്ങനെ എന്തേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡോക്ടർ റോബിനെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കി. അത് ഒരു തന്തയുടെ സ്വഭാവം. അടുത്ത ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നടന്നത് ബിഗ് ബോസിന്റെ കണ്ണിൽ ഫിസിക്കൽ അസോൾട്ട് അല്ല. ഓക്കെ, ഇനി ഇങ്ങനെ ആവർത്തിക്കരുത്. നെവിനെ വിളിച്ചിട്ട് നെവിൻ ഷാനവാസിന് 2 ഇടിയിടിച്ചാലും ബിഗ് ബോസ് അടുത്ത് പറയാൻ പോകുന്നത്, നെവിൻ നിങ്ങൾ എന്താണ് ബിഗ് ബോസിൽ ചെയ്യുന്നത്? ഇനി ചെയ്തു കഴിഞ്ഞാൽ കടുത്ത നിയമമായിരിക്കും, കടുത്ത ശിക്ഷയായിരിക്കും, അതാണ് ഇതാണ്. എൻ്റെ പൊന്നളിയ, നീ എന്താണ് കാണിക്കുന്നത് ബിഗ് ബോസെ? നീ എന്താണ്? നിനക്ക് പലർക്ക് പല നിയമം അവിടെ. ഓക്കെ, പൊട്ടന്മാരാണെന്ന് വിചാരിക്കരുത്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പൊട്ടന്മാരാണെന്ന് വിചാരിക്കരുത്. ഓക്കെ, ഇതിനു മുന്നേ ഡോക്ടർ റോബിനെ ഫിസിക്കൽ അസോൾട്ടിന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിവിനെയും പുറത്താക്കണം. അതാണ് ബിഗ് ബോസ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരുമാതിരി തന്തയില്ലാത്ത കളി കളിക്കരുത്. ഓക്കെ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇതിൽ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും ഒരു നിയമം. ഇനി ഏത് ഷോ ആയാലും, ഇനി എവിടെ ആയാലും എല്ലാവർക്കും ഒരു നിയമം. അല്ല പലർക്ക് പല നിയമം, അവനൊരു നിയമം, ഇവനൊരു നിയമം. നിർത്തിക്കോ.